ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. എല്ലാവരും സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ആൻസർ കീയും സ്കോറും ഒക്കെ ചെക്ക് ചെയ്ത് കാണും. വളരെ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ സെറ്റ് പേപ്പർ ബോട്ടണി എക്സാം. കുറച്ചധികം സീസൺസ് ആയി ഇത്രയും ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് അല്ലേ? ടോസ് അക്കാഡമിയുടെ ഫ്രീ പബ്ലിക് റിവിഷൻ ക്ലാസ്, അതായത് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഈസി ആയ എക്സാം തന്നെയായിരുന്നു. ആൻഡ് ഇന്ന് നമ്മൾ ആൻസർ കീ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ ആണ് ചലഞ്ച് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ചെയ്യാനുള്ളതെന്ന് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 111 പാർട്ട് ബിയിൽ ആ ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ജനറ്റിക് മാർക്കേഴ്സ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ഡിസ്ക്രിപ്ഷൻ ഇൻ ലിസ്റ്റ് 2. അപ്പൊ നമുക്ക് കുറച്ച് ജനറ്റിക് മാർക്കേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. ആദ്യത്തത് RFLP ആണ്, റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. രണ്ടാമത്തത് സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്, അതായത് SSR. മൂന്നാമത്തത് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം SNP. ആൻഡ് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് AFLP ആണ്, അതായത് ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം. അപ്പോ നമുക്ക് RFLP എന്ന് പറയുന്നത് ഒരു DNA സീക്വൻസുകൾ തമ്മിൽ വരുന്ന വേരിയേഷൻ അല്ലെങ്കിൽ പോളിമോർഫിസം ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇവിടെ നമ്മുടെ എത്രയൊക്കെ സാമ്പിൾ ഉണ്ടോ എല്ലാ സാമ്പിളും അതിന്റെ കംപ്ലീറ്റ് ലെങ്ത്തിൽ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യും. അതിനുശേഷം അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യും, സദാൺ ബ്ലോട്ടിംഗ് ചെയ്യും. എന്നിട്ട് ആ DNA പോളിമോർഫിസം ഉണ്ടോ എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. ജെല്ലിന്റെ ബാൻഡ് കമ്പയർ ചെയ്തുകൊണ്ടിട്ടാണ് ഈ വേരിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് RFLP ഓർ റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ കയ്യിലുള്ള DNA സാമ്പിളുകൾ തമ്മിൽ വേരിയേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ പോളിമോർഫിസം ഉണ്ടോ, സിമിലാരിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമുക്ക് എത്രയൊക്കെ സാമ്പിൾ ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും എൻറ്റയർ DNA സീക്വൻസ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്ത് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യും. അപ്പോ RFLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ ഇൻ DNA സീക്വൻസ് ലെങ്ത്. അപ്പൊ എൻറ്റയർ ലെങ്തിലുള്ള DNA സീക്വൻസിന്റെ വേരിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് RFLP. അപ്പൊ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, RFLP is matching with the 2. ഇവിടെ നമുക്ക് A2 എന്ന് പറയാം. ഇനി SSR, അതായത് നമുക്ക് പറയാവുന്നത് സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് ആണ്. അതൊരു മൈക്രോ സാറ്റലൈറ്റ് ആണ്. അപ്പം നമ്മൾക്ക് ഫ്യൂ ന്യൂക്ലിയോടൈഡുകളുടെ ടാൻഡം റിപ്പീറ്റ്സ് ഉണ്ടാവും. നമ്മളുടെ ജീനോം എടുത്തു കഴിഞ്ഞാൽ ഫ്യൂ ന്യൂക്ലിയോടൈഡുകളുടെ ടാൻഡം റിപ്പീറ്റ്സ് ആണ് ഈ പറയുന്ന സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേരിയേഷൻ ഇൻ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ഓഫ് എ സീക്വൻസ് ആണ് നമ്മുടെ SSR എന്ന് പറയുന്നത്. B1 ആയിട്ടാണ് മാച്ച് ആവുന്നത്. ഇനി അടുത്തത് SNP ആണ്. SNP is സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഒരു സ്പെസിഫിക് ലൊക്കേഷനിലുള്ള സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ വരുന്ന വേരിയേഷൻ ആണ് SNP എന്ന് പറയുന്നത്. ദാറ്റ് മാച്ച്. അപ്പൊ SNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്, സിംഗിൾ ന്യൂക്ലിയോടൈഡ് ചേഞ്ച്. AFLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ്. അത് PCR ബേസ്ഡ് മെത്തേഡ് ആണ്. പോളിമോർഫിസം അല്ലെങ്കിൽ വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PCR ബേസ്ഡ് മെത്തേഡ് ആണ് AFLP. അപ്പം AFLP എന്ന് പറയുന്നത് 4 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് LBSന്റെ ആൻസർ കീയിൽ വന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് B എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. B ഓപ്ഷൻ അല്ല, A ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന മാച്ച്. A2, B1, C3 and D4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന മാച്ച്. ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A, നോട്ട് ഓപ്ഷൻ B. സോ ഇതിന്റെ പ്രൂഫ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് വിക്കിപീഡിയയിൽ നിന്ന് ഡയറക്ട്ലി എടുത്തതാണ്. റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം, അതിന്റെ ഡെഫിനിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പേപ്പർ ആണ്, സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ് SSR മാർക്കർ ബേസ്ഡ് ഒരു പേപ്പർ ആണ്. ഈ പേപ്പറിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്താണെന്നുള്ള എക്സ്പാൻഷൻ ആണ്, വിക്കിപീഡിയയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. ജസ്റ്റ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് AFLPയുടെ റെഫറൻസ് ആണ്. ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ഡയറക്ട്ലി വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതാണ്. അതിന്റെ സൈറ്റും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. സോ നമ്മുടെ
ക്വസ്റ്റ്യൻ നമ്പർ 111 എ പാർട്ടിലെ 111 ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ 51ന്റെ LBS ആൻസർ കീയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് റോങ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അത്യാവശ്യം എല്ലാവരും തന്നെ എ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റോങ് ആൻസർ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് എയിലെ 115ാമത്തെ ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ വരുമ്പോൾ അത് 55ാമത്തെ ക്വസ്റ്റ്യനുമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് among the following statement are true related to stain in microtechniques. മൈക്രോടെക്നിക്കിൽ യൂസ് ചെയ്ത കുറച്ച് സ്റ്റെയിനുകളുടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ട്രൂ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യത്തത് എക്രിഡൈൻ ഓറഞ്ച്. എക്രിഡൈൻ ഓറഞ്ച് is a synthetic dye belonging to triaryl methane class used in staining bacterial endospore. Eosin. Eosin is a basic dye composed of brominated fluorescein, stain cytoplasm and extracellular structures in tissue, imparting a pink or red color. It is often used as counter stain in combination with hematocyanin in H and E staining. അടുത്തത് ഹിമാറ്റോസൈലിനെ കുറിച്ചാണ്. ഹിമാറ്റോസൈലിൻ is a basic dye derived from the heartwood of certain tree and undergo oxidation to form hematin, staining nuclei blue or purple. അടുത്തത് malachite green. Malachite green is used in fluorescent microscope for vital staining of live cell. നമ്മൾ ഇവിടെ LBSന്റെ ആൻസർ കീയിൽ തന്നിരിക്കുന്ന ആൻസർ ഡി ആണ്. 1, 2 and 3 ആർ കറക്റ്റ് എന്നാണ് തന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അക്രിഡൈൻ ഓറഞ്ച് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി, ഈ പറയുന്ന മാലച്ചൈറ്റ് ഗ്രീന്റെ എക്സാമ്പിൾ ആണ് അക്രിഡൈൻ ഓറഞ്ച്. അക്രിഡൈൻ ഓറഞ്ച് ഇസ് ബേസിക്കലി യൂസ്ഡ് ആസ് എ ഫ്ലൂറസെന്റ് സ്റ്റെയിൻ. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റൽ സ്റ്റെയിൻ ആണ് അക്രിഡൈൻ ഓറഞ്ച് എന്ന് പറയുന്നത്. വേറെ മാലച്ചൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ എൻഡോസ്പോറിനെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ്. ഇതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് അവരുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇയോസിനും ഹിമാറ്റോസൈലിനുമാണ്. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. നമുക്ക് ഇതിന്റെ പ്രൂഫ് ചെക്ക് ചെയ്യാം. സോ ആ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ കറക്റ്റ് ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു പേജ് ആണ്. അപ്പൊ അതിന്റെ ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. www.geeks4geeks.org/staining ടൈപ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ലിങ്ക് ആണ്. ഗീക്സ് ഫോർ ഗീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ളത് അക്രിഡൈൻ ഓറഞ്ച് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഫോർ വൈറ്റൽ സ്റ്റെയിൻ ഓഫ് ലൈവ് സെൽ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മാലിക്കൈറ്റ് ഗ്രീനിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. അതുപോലെ തന്നെ മാലിച്ചൈറ്റ് ഗ്രീൻ എന്താണ്? മാലിച്ചൈറ്റ് ഗ്രീൻ ഇസ് എ സിന്തറ്റിക് ഡൈ ബിലോങ്ങിങ് ടു ദി triaryl methyl class. Malachite green is used for bacterial endospore staining. ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതുപോലെ ഇയോസിനും ഹിമാറ്റോസൈലിനും കറക്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. സെയിം ഡെഫിനിഷൻ ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനെ ചാലഞ്ച് ചെയ്യാം. സോ നമ്മുടെ 115ാമത്തെ ക്വസ്റ്റ്യനിൽ LBSന്റെ ആൻസർ കീയിൽ ഓപ്ഷൻ ഡി ആണ് തന്നിട്ടുള്ളത് 1, 2 and 3. ബട്ട് 1 എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. 2 and 3 സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. എല്ലാവരും ഈ പറയുന്ന നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആൻസർ തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ LBSന്റെ ആൻസർ കീഴിൽ വന്നിരിക്കുന്ന തെറ്റായ ഓപ്ഷൻസ് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. എല്ലാവരും ചലഞ്ച് ചെയ്യുക. And that's all. Thank you from TOS Academy.